ശ്രീ അനൂപ് സച്ചിദറിന്റെ ഒറ്റയാന്റെ ഭൂതം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വളരെ യാദൃശ്ചികമായി ഒരു ബുക്ക് സ്റ്റാൾ വെച്ചിട്ടാണ് ഈ ഒരു പുസ്തകം എന്റെ കണ്ണിൽപ്പെടുന്നത്. അറ്റ് എ ഗ്ലാൻസ് ഈ പുസ്തകത്തിലേക്ക് എന്നെ ആകർഷിച്ച ഫാക്ടർ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ പേര് തന്നെയാണ്, ഒറ്റയാന്റെ ഭൂതം. വളരെ വിചിത്രമായ ഒരു പേരായിട്ട് തോന്നി. തുടക്കത്തിൽ ഈ പേര് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഇതൊരു ബാലസാഹിത്യ കൃതിയായിരിക്കുമെന്നാണ്. എന്നാൽ എന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പുസ്തകം എടുത്ത് മറിച്ചു നോക്കിയപ്പോൾ ഇത് 7 കഥകളടങ്ങിയ ഒരു കഥാസമാഹാരമാണെന്ന് മനസ്സിലായി. ഒറ്റയാന്റെ ഭൂതം എന്ന് പേര് കൊടുക്കണമെങ്കിൽ തീർച്ചയായും കഥാകൃത്ത് എന്തെങ്കിലും ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കണമല്ലോ. അങ്ങനെ പുസ്തകം വാങ്ങി വായന തുടങ്ങി. അപ്പൊ അവതാരിക ശ്രീ ഫാസിരാജ് എഴുതിയ ഒരു അവതാരികയൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഒരു പുസ്തകത്തിന്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അവതാരിക വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമല്ല. കാരണം പുസ്തകം വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നീട് അവതാരിക വായിച്ചു നോക്കാറുണ്ട്. ഒരു സിനിമയുടെ കാര്യത്തിനാണെങ്കിലും അത് തന്നെയാണ്. കാരണം സിനിമ കാണുന്നതിന് മുമ്പ്, അതായത് റിവ്യൂ കണ്ടതിന് ശേഷം ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകാറില്ല. സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണോ ഈ റിവ്യൂവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ഈ റിവ്യൂസ് പിന്നീട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോയിന്റിലേക്ക് വരാം. അങ്ങനെ പുസ്തകം വായന തുടങ്ങി. ഒന്നാമത്തെ കഥയായ ബെറ്റിലേക്ക് കടന്നു. അപ്പൊ ബെറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ കഥ ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലോട്ടാണ് ആദ്യം നമുക്ക് തുറന്നു തരുന്നത്. അവിടെ നിന്നും കഥാകൃത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ വ്യക്തിയുടെ ഭൂതകാലത്തിലേക്കാണ്. ഭൂതകാലത്തിന്റെ വാതിൽ തുറക്കുന്നത് ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്കാണ്. ഒരു ഗ്രാമത്തിന്റെ ഭംഗിയും ആ ഒരു ഊഷ്മളതയും ചൂടും ചൂരുമൊക്കെ നമുക്ക് വളരെ കൃത്യമായി നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ ആ കഥാകൃത്തിന് സാധിക്കുന്നുണ്ട്. അതായത് ഒരു നല്ല സത്യനന്ദിക്കാട് സിനിമ കാണുന്ന ഫീലാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കുട്ടിക്കാലത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ എനിക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോർഷനായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ഒരു ഫീലിൽ നിന്നും അവിടെ വളരെ പെട്ടെന്ന് തന്നെ കഥാകൃത്ത് സ്വിച്ച് ചെയ്ത് പഴയ പ്ലോട്ടിലേക്ക് വരുന്നു. അങ്ങനെ കഥ മുന്നേറിക്കൊണ്ടിരിക്കവേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയം വന്നു, ഈ ഒരു കഥ എങ്ങനെയാണ് ഈ കഥാകൃത്ത് അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ അങ്ങനെ അത് മനോഹരമായിട്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഥാകൃത്ത് നമ്മളെ വേറൊരു പ്ലോട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ നിന്ന് അവസാനം ആ കഥ അവസാനിപ്പിക്കുമ്പോൾ സമൂഹത്തിന് നേരത്തെ ഒരു ചോദ്യം എറിഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണുകൾ ഉണ്ടായിട്ടും കണ്ണ് തുറന്നു പിടിക്കാത്ത, കണ്ണുകൾ ഉണ്ടായിട്ടും അന്ധ നടിക്കുന്ന സമൂഹത്തിന് നേരെ ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്തിട്ടാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ എഴുത്ത്, വളരെ വളരെ മനോഹരമായ വരികളും എഴുത്തും ആ ഒരു ഭാഷയും ഒക്കെ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നുള്ള 6 കഥകൾ, 6 വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത പ്ലോട്ടുകളിൽ, വ്യത്യസ്ത കഥാപാത്രങ്ങളുള്ള. ഓർക്കുക, അവിടെ ഈ പറഞ്ഞ നഗരത്തിൻ്റെതായ ഒരു പ്ലോട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡ് പറയുന്ന ഹാക്കർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതായത് നിയതി, ഹാക്കർ, ആത്മജൻ, അങ്ങനെ കുറച്ച് കഥകൾ, ഒരു 6 കഥകൾ പിന്നീട് അതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ രഹസ്യമൊഴി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് 6 കഥകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 6 കഥകളിലും വളരെ വ്യത്യസ്തമായ പ്ലോട്ട്, വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. പക്ഷേ അതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതൊക്കെ വായിച്ചു വന്നപ്പോഴാണ്. അപ്പോൾ ഈ ഓരോന്നും പറയാൻ എന്നാൽ ഞാൻ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും, വീഡിയോ ലെങ്തിയായി പോകും. അപ്പോൾ വായനയുടെ സുഖം കളയുന്നില്ല. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഓരോ കഥകളിലും ഈ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളും ഈ കഥകളിലൊക്കെ ഓരോ ഒറ്റയാന്മാരുണ്ട്. ആ ഒറ്റയാൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മളാവാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരാവാം. അങ്ങനെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ കഥാപാത്രങ്ങളാണ്, കഥയുടെ പ്ലോട്ടാണ്. പിന്നെ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു ഇഴയെടുപ്പങ്ങൾ ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥകളാണ് ഓരോന്നും. നമ്മൾ പറയാതെ പറയുന്ന ചില കഥകൾ, വരികൾക്കിടയിൽ വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കഥാകൃത്ത് അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമുക്കൊക്കെ നഷ്ടമായിരിക്കുക, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തർക്കും നഷ്ടമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ
സ്വാർത്ഥത കൊണ്ട് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ കൈമോശം വരുന്നതോ ആയ ചില മൂല്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ ഈ പുസ്തകത്തിലുടനീളം അല്ലെങ്കിൽ ഈ കഥകളിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓവറോൾ എനിക്ക് ഈ ഒരു പുസ്തകം ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ഹോണ്ട് ചെയ്യും. അതായത് ചില കഥകൾ, ചില പോർഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ചിന്തിച്ചിരുന്നിട്ടുണ്ട്. അപ്പം അത്തരം ഒരു ഫീല് കിട്ടും. അപ്പോൾ ഒരുപാട് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഓരോന്നും പറയേണ്ടി വരും, ഓരോ കഥകൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വായനയുടെ സുഖം കളയുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വളരെ മനോഹരമായ ഭാഷ, വളരെ നല്ല എഴുത്ത്, വളരെ ഒഴുക്കോടുകൂടിയുള്ള എഴുത്ത്, അതുപോലെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലങ്ങൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ പ്ലോട്ടുകൾ. അപ്പം അവയുടെ എല്ലാം ഒരു കോമൺ ആയിട്ട് ചില എലമെന്റ്സ് ഒരു കഥാകൃത്ത് പൊരുത്ത് വെക്കുന്നുണ്ട്. നമ്മളെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്ലോട്ടുകളും അതുപോലെ ഒഴുക്കോടെയുള്ള ഭാഷയും അത്തരം ഒന്ന് സ്വായത്തമാക്കണമെങ്കിൽ കഥാകൃത്തിന് തീർച്ചയായിട്ടും അഗാധമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ നല്ല നല്ല ആഴത്തിലുള്ള പരന്ന വായന ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും ആവോളം അനുഗ്രഹിച്ച ഒരു കഥാകൃത്താണ് ശ്രീ അനൂപ് ശശിധരൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മികച്ച, വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഞാൻ വായിച്ചിട്ടുള്ള വളരെ നല്ല പുസ്തകങ്ങളിലൊന്നായി ഞാൻ ഇതിനെ ചേർത്ത് വയ്ക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കഥാകൃത്തുകളിലൊന്നായി അനൂപ് ശശിധരൻ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം, അതായത് ഒറ്റയാൻ്റെ ഭൂതം എന്ന പുസ്തകം വാങ്ങിക്കുക, വായിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.